പാലക്കാട് വിജയത്തിൽ ആഹ്ലാദിക്കുമ്പോൾ തന്നെ ചേലക്കരയിൽ ഉണ്ടായ കനത്ത പരാജയത്തിൽ കോൺഗ്രസ് നേതാക്കൾ നിരാശരാണ്. ചേലക്കരയിലെ ജനവിധി ജനങ്ങൾ യുഡിഎഫിന് നൽകിയ താക്കീതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ശക്തമായ മത്സരം നടന്നിരുന്ന ചേലക്കര പിടിക്കാൻ യുഡിഎഫ് നേതാക്കൾ മണ്ഡലത്തിൽ ഊർജിത പ്രചാരണം നടത്തിയിരുന്നു. വിജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ചേലക്കരയിലെ ജനവിധി യുഡിഎഫിനുള്ള താക്കീതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ചില അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ വന്നപ്പോൾ RSSകാർ കുറെ കൂടെ ശക്തമായി, അതുകൊണ്ട് നഷ്ടമുണ്ടാകും. ആ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഒരാൾ വന്നു എന്നുള്ള ഒരു മെച്ചം ഉണ്ടായിട്ടുണ്ട്. കെ മുരളീധരന് MM ഹസൻ നൽകിയ മറുപടി ഇങ്ങനെ: 3 നിയോജക മണ്ഡലങ്ങളിൽ UDFന് വളരെ അഭിമാനകരമായ നിലയിലുള്ള വോട്ടാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പാലക്കാടും വയനാടും ഭരണവിരുദ്ധ വികാരം അനേടിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. UDF നേതാക്കളുടെ പ്രതികരണങ്ങളിൽ സന്തോഷവും ആശങ്കയും പ്രകടമായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു 3000-ൽ അധികം വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകളൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ ജയിച്ചില്ല. ഇത്രയും വ്യത്യാസം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടി ഞങ്ങൾ താഴോട്ട് വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ഞങ്ങളൊരു 3000 വോട്ടിന് വീതം ജയിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഞങ്ങളുടെ കണക്ക്. അത് ശരിയായില്ല, സത്യമാണ്. പാലക്കാട്ടെ ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത്. ചേലക്കരയിൽ നമ്മൾക്ക് വിജയത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. എത്താമായിരുന്നു. ഇപ്പോഴത്തെ ഈ ട്രെൻഡായിരുന്നെങ്കിൽ കേരളത്തിൽ UDFൻ്റെ ഒരു ട്രെൻഡാണ് ഉള്ളത്. അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും ശരി, UDFൻ്റെ ഒരു തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പ്, യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.